സ്വാഗതം ഇൻസൈറ്റിലേക്ക്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആ സ്ഥാനത്ത് 30 വർഷം പൂർത്തിയാക്കുകയാണ്. ആ 30 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനൊരു സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നു ചേർത്തല SNDP യൂണിയൻ. ആ സ്വീകരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ പി പ്രസാദ്, പി രാജീവ്, സജി ചെറിയാൻ ഇവരൊക്കെ പങ്കെടുക്കും എന്നാണ് നോട്ടീസിലുള്ളത്. പങ്കെടുക്കും ഇല്ലയോ എന്നുള്ളത് നാളെ യോഗം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. എന്തായാലും നോട്ടീസിൽ ഇതൊക്കെ ഉണ്ട്, ഇവരുടെ പേരൊക്കെ ഉണ്ട്. നോട്ടീസിൽ ഈ പേര് വെക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സമ്മേളനം തീരുമാനിച്ചവർ ഇവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവണം, ഇവർ പങ്കെടുക്കാം എന്ന് അറിയിച്ചിട്ടും ഉണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ നോട്ടീസിൽ പേര് വെച്ചിട്ടുണ്ടാവുക. വെള്ളാപ്പള്ളി നടേശൻ 30 വർഷം SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു എന്നുള്ളതും 30 വർഷം പിന്നിടുമ്പോൾ അദ്ദേഹം ആദ്യം SNDP യോഗം ജനറൽ സെക്രട്ടറി ആവുമ്പോഴുണ്ടായിരുന്ന എതിർപ്പ് അദ്ദേഹം നേരിടുന്നില്ല എന്നുള്ളതുമാണ് ഏറ്റവും കൗതുകകരമായ സംഗതികളിൽ ഒന്ന്. രണ്ടാമത്തേത്, അദ്ദേഹം ഈ അടുത്ത് മലപ്പുറത്ത് നടത്തിയ വിദ്വേഷ പ്രസംഗം ഇവിടെ നിലനിൽക്കുന്നു. ആ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലം, അതിനെതിരെ കേസെടുത്തിട്ടില്ല, കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പോലീസ് പറയുന്നു. കേസെടുക്കാൻ മാത്രമുള്ള പരാമർശം ആ പ്രസംഗത്തിലുണ്ടായില്ല എന്നാണ് കേരള പോലീസ് പറയുന്നത്. ആ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ യോഗത്തിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന ഉചിതമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത് ദാമോദർ പ്രസാദുണ്ട് നമ്മുടെ കൂടെ. ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്തിയിട്ടാണ് ഈ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകളെ മുഴുവൻ ഏകീകരിക്കണം, അവർക്ക് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാവണം എന്ന് പറയുകയും അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് മുതൽ ഇങ്ങോട്ട് പല ആളുകളെയും നേതൃസ്ഥാനത്തിലിരുത്തിക്കൊണ്ടൊരു BDJS എന്നുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ആ പാർട്ടിയുടെ യാത്രയുടെ ഇടയിലാണ് കോഴിക്കോട് നൗഷാദ് എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ മറ്റുള്ള ഒരു സഹജീവിയെ രക്ഷിക്കാൻ ശ്രമിച്ച് മരിച്ചപ്പോൾ അയാളുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകിയെന്നതിൻ്റെ പേരിൽ തികച്ചും വർഗീയമായൊരു പരാമർശം നടത്തിയത്. അതിനുശേഷവും ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇടപഴകിയിട്ടുണ്ട്. കേരളത്തിലെ നവോത്ഥാന സമിതിയുടെ കൺവീനറായിട്ട് വെള്ളാപ്പള്ളി നടേശൻ വരുന്നത് ഈ പരാമർശം അവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ മീറ്റിങ്ങിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പങ്കെടുക്കുന്നതിൽ എന്തെങ്കിലും അത്ഭുതം കാണുന്നുണ്ടോ? അത്ഭുതം കാണുന്നുണ്ടോ ചോദിച്ചാൽ, നമുക്ക് അത്ഭുതം ഉണ്ടാവണമല്ലോ. നമുക്ക് അത്ഭുതപ്പെടേണ്ട ഒരു വകുപ്പ് ഇതിനകത്തുണ്ട്. കാരണം മതേതര രാഷ്ട്രീയത്തിന് നിലകൊള്ളുന്ന, സെക്കുലർ രാഷ്ട്രീയം നിലകൊള്ളുന്ന, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന CPMൻ്റെ അടിസ്ഥാന രാഷ്ട്രീയം എന്നത് മതേതരത്തിൻ്റെ മുൻനിർത്തിയ രാഷ്ട്രീയമാണ്, മതവിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ്. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അത് അടിവരയിട്ട് പറയുകയും ചെയ്തിരിക്കുന്നു. കാര്യം BJP വിരുദ്ധമായിട്ടുള്ള ഒരു പൊതു രാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് അറിയാവുന്ന കാര്യം, വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നൊരു മുഖ്യമന്ത്രി. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം. അങ്ങനെ മുസ്ലിം അന്യവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടം, മുസ്ലിം ജനവിഭാഗത്തെ എങ്ങനെ അന്യവൽക്കരിക്കാം, സമൂഹത്തിൽ നിന്ന് പൊതുധാരയിൽ നിന്ന് അന്യവൽക്കരിക്കാം എന്ന് പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന കാലഘട്ടത്തിൻ്റെ ഭാഗമാണ് മുസ്ലിം വിദ്വേഷ പ്രസംഗം. അത് മറ്റൊന്നുമല്ല, അത് മുസ്ലിം വിദ്വേഷ പ്രസംഗം അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തെ അന്യവൽക്കരിക്കുക എന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം പറഞ്ഞ ഒരാൾ, ആ രാഷ്ട്രീയം, അതായത് നമ്മളിന്ന് മനസ്സിലാക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണത്. അതൊന്നും വേറിട്ട് കാണാൻ പറ്റില്ല. കാര്യം ഇന്ന് ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വിദ്വേഷം ഹിന്ദുത്വ രാഷ്ട്രീയ നെഗറ്റീവിൻ്റെ ഭാഗമാണ്. അത് മുസ്ലിം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അന്യവൽക്കരിക്കാനുണ്ട്. ആ അന്യവൽക്കരണ ഭാഗമായിട്ടാണ് ഈ ഇത്രമാത്രം ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ട് രീതിയിൽ അല്ലെങ്കിൽ മുസ്ലിം ഭീതി പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയം പറയുന്നത്. അപ്പോൾ അത് ആവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതേ ഭാഷ തന്നെ സംസാരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ആ നിലപാട് പറയുമ്പോൾ, അത്തരം അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ എന്തുകൊണ്ടും ബാധ്യതയുണ്ട്. അത് കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. കാര്യം മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാണ്. ഇത്തരം വിദ്വേഷ പ്രസംഗത്തിനെതിരെ നിലപാടെടുക്കണമെന്നും സമീപനം ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അങ്ങനെ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ ആ ഉത്തരവാദിത്തം ഇരട്ടിയാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ടോ കാര്യത്തിൽ ഈ വിഷയം ബന്ധപ്പെട്ട് സംശയമുണ്ട്. കാരണം മുഖ്യമന്ത്രി പ്രസ്താവന എന്ന് പറയുന്നത് വളരെ അദ്ദേഹം തിരുത്തിയല്ലോ മറ്റിലാണ്. എന്താണ് തിരുത്തിയത്? രണ്ടാമത് ഈ മലപ്പുറത്ത് ചുങ്കത്തറയിൽ നടന്ന പ്രസംഗത്തിന് ശേഷം പിന്നീട് ആ പ്രശ്നം ചർച്ചാ വിഷയമാവുകയും എതിരഭിപ്രായ സമൂഹത്തിലുണ്ടാവുകയും ചെയ്ത സമയത്ത് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ മുസ്ലിം ലീഗ് എന്നാണ് പറയുന്നത്. ലീഗ് അങ്ങനെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ വഴി അത് രാഷ്ട്രീയ സ്വഭാവം കൊടുക്കുകയാണെങ്കിൽ പോലും അടിസ്ഥാനമായിട്ട് മുസ്ലിം വിദ്വേഷനെ പ്രചരിക്കുന്നത് ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ അതെല്ലാം സംസാരിക്കുന്നത്. മാത്രമല്ല ആ വാർത്താ സമ്മേളനത്തിൽ ഞാൻ ചുങ്കത്തറയിൽ പ്രസംഗിച്ചതിൽ നിന്ന് ഞാൻ പിന്മാറ്റമൊന്നുമില്ല എന്ന് അദ്ദേഹം ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ചുങ്കത്തറയിൽ സംസാരിച്ച ഞാൻ തിരുത്തുന്നില്ലെന്നും അത് അടിയുറച്ച് നിൽക്കുകയാണെന്നും
അവിടെ പ്രധാനമല്ല ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ചോ ലീഗ് ഒരു പ്രത്യേക വിഷയത്തിലെ രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ചോ എന്നല്ല പറഞ്ഞത്. മലപ്പുറം ജില്ലയെ ബന്ധപ്പെട്ട് ഇവിടുത്തെ ഹിന്ദു ജനവിഭാഗങ്ങളുടെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല, ശ്വാസം കഴിക്കാൻ പറ്റില്ല തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചത്. അത് വിദ്വേഷമല്ലാതെ മറ്റെന്താണ്? എന്ത് അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി നടേശ് അത് പറയുന്നത്? ഈ പറയുന്ന ചുങ്കത്തറ എന്ന സ്ഥലം തന്നെ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജ് മാർത്തോമ കോളേജാണ്. മാർത്തോമ കോളേജ് മുസ്ലിം മാനേജ്മെൻറ്റ് കോളേജല്ല. അപ്പോൾ അവിടെയാണ് ധാരാളം ആൾക്കാർ പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറയാൻ എന്ത് സാഹചര്യമാണ് കേരളത്തിൽ? അപ്പോൾ അങ്ങനെ സാഹചര്യം ഇല്ലാ സമയത്ത് ഇത് ഈ നമ്മുടെ അഖിലേന്ത്യ തലത്തിൽ നടക്കുന്ന വിദ്വേഷത്തിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ, അവരുടെ രാഷ്ട്രീയത്തെ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണ്. അത് സമൂഹത്തിൽ വിദ്വേഷം പരത്താനും സമൂഹത്തെ വേർപെടുത്താനും പരസ്പരം പോരടിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിനങ്ങനെ തന്നെയാണ് കാണേണ്ടത്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ കാണുന്നില്ല എന്നുള്ളത് നമ്മൾ ആശങ്കപ്പെടുന്നു, അത്ഭുതപ്പെടുത്തുന്നു. അത് വലിയ പ്രശ്നം തന്നെയാണ് രാജീവ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ ഈ നൗഷാദിൻ്റെ കാര്യം പറഞ്ഞു, അതിന് മുമ്പാണെന്നാണ് ഞാൻ സംശയിക്കുന്നത് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വ്യാജം കേരളത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ കാലത്ത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വാരിക ഒരു മുഖലേഖനം പ്രസിദ്ധീകരിച്ച കാലത്ത് അതിൻ്റെ തൊട്ട് പിറകെ കേരളത്തിലെ CBCI കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അതിൻ്റെ മുഖമാസിക ജാഗ്രതയിൽ ഇവിടെ 4500ഓളം പെൺകുട്ടികളെ വിധത്തിൽ ലവ് ജിഹാദിന് വിധേയമാക്കി മതം മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവരെയൊന്നും കാണാനില്ല എന്നൊക്കെ പറഞ്ഞ വ്യാജം അച്ചടിച്ചു വന്നതിൻ്റെ തൊട്ട് പിറകെ വെള്ളാപ്പള്ളി നടേശനാണ് ഇതിനെ മൂന്നാമത് അംഗീകരിക്കുന്ന ആൾ. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് സമ്പന്നമായ ഈഴവ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് ഇത്തരം റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നു, അവർ ഇങ്ങനെ ലവ് ജിഹാദ് നടപ്പാക്കുന്നു എന്നൊക്കെ അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഇന്നോ ഇന്നലെയോ ഉള്ളൊരു ബോധ്യമല്ല. ഈ പറയുന്ന വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ ഉച്ചരിക്കുക, അല്ലെങ്കിൽ വിഷം വമിപ്പിക്കുക, അല്ലെങ്കിൽ വ്യാജം പറയുക, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യമല്ല. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നിട്ടും വെള്ളാപ്പള്ളി നടേശന് കേരളത്തിലെ ഭരണ നേതൃത്വവും ഭരണത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളും, അതിപ്പോൾ ഇന്ന് CPM ആണെങ്കിൽ മുമ്പ് കോൺഗ്രസ് ആയിരുന്നിരിക്കാം, ആരുമാട്ടെ, ഇവരെല്ലാവരും ഒരു മൗനം കൊണ്ട് ഒരു സമ്മതം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോൾ ഇതിനകത്ത് എന്ത് പുതുമ, എന്താണിത്, ഇവർ പങ്കെടുത്താലും എന്ത് പുതുമ എന്ന് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് ശരിയാണ്, പുതുമ നിലയ്ക്കില്ല. പക്ഷേ നമ്മൾ അങ്ങനെ കാണുമ്പോഴും നമുക്കതിലൊരു ആശങ്കപ്പെടേണ്ട വസ്തുത ഉണ്ടല്ലോ. കാരണം ഇത് പലപ്പോഴും ആവർത്തിക്കുന്നു പറയുന്ന സമയത്ത് ശരിയാണ്, ആവർത്തിക്കുന്നു എന്നുള്ളത് തന്നെ രാജീവ് ശരിയായ വിധത്തിൽ പറയുന്നത് അത് കറക്റ്റാണത്. അതായത് ഇതിനിപ്പോൾ ഒരു മൗനസമ്മതം അല്ലെങ്കിൽ ഒരു പിന്തുണ മറ്റു രീതിയിലുണ്ട്. കാരണം നമുക്ക് പിന്നീട് വരുന്ന പ്രസ്താവനകളെല്ലാം കാണാം. ഇപ്പോൾ സജി ചെറിയാൻ ഇത് തൊട്ട് പിന്നാലെ ഇദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുന്ന യാതൊരു ആവശ്യ സമയത്ത് വാനോളം പുകഴ്ത്താണ് ചെയ്യുന്നത്. സജി ചെറിയാൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് ഒരു അടിസ്ഥാനമില്ലാത്തൊരു കാര്യം പ്രസംഗിച്ചതിൻ്റെ തൊട്ട് പിറകെ അവിടെ ചെന്നിട്ട് അദ്ദേഹം ആത്മാവാണെന്ന് പറഞ്ഞ ആളാണ് സജി ചെറിയാൻ. സജി ചെറിയാൻ ഈ പ്രസ്താവന മാത്രമല്ല, തിരുത്തിയെങ്കിൽ കൂടി ഈ ബാങ്ക് വിളിയെക്കുറിച്ചിട്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ എന്തോ. അതിൻ്റെ പിന്നീട് തിരിച്ചതിന് കേട്ടാൽ. പക്ഷേ എന്തായിരുന്നു ഇതിന് സന്ദർഭം ഈ കേരളത്തിനെ കുറിച്ച് പറയേണ്ടത്? ഇവിടെ കേരളത്തിൽ ഈ ശബ്ദ മലിനീകരണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശബ്ദം ബന്ധപ്പെട്ടോ ഒരു വിഷയമല്ല അത്. അങ്ങനെ വിഷയം കേരളത്തിൽ ഒരാളും ചർച്ച ചെയ്തിട്ടില്ല. നമ്മുടെ മറ്റേ ദേവാലയങ്ങളിൽ നിന്നൊക്കെ ദിവസം മുഴുവൻ നീണ്ടുനിൽക്കുന്നത് നമുക്കറിയാം മറ്റ് ഇതായിട്ടാണ്. അതൊന്നും വിമർശിക്കപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ഒരു കോൺടെക്സ്റ്റ് നികത്തിയ സമയത്ത് ആ കാര്യം സൗദി അറേബ്യയിൽ എന്തുകൊണ്ട് പറഞ്ഞ് ഇവിടെ പറയും. പിന്നീട് ഞാൻ കേട്ട തെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരുപാട് തിരുത്തുകളുണ്ട്. ഇപ്പോൾ തിരുത്തുകളുടെ ഒരു വലിയ പുസ്തകം സമാഹാരം തന്നെ ഇറക്കാം സജി ചെറിയാൻ്റെ കാര്യത്തിൽ. ഒന്ന് പറയുന്നത് പിറ്റേ ദിവസം തിരുത്തി തന്നെ വലിയ സമാഹാര പുസ്തകം തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ കാണിക്കുന്നത് എങ്ങനെയാണ്? ഇത് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്താണ് വരുന്നത്. ഈ നൗഷാദിൻ്റെ കാര്യം നേരത്തെ രാജീവ് പറഞ്ഞു. ഈ നൗഷാദെ ബന്ധപ്പെട്ട് നമുക്ക് അവലോകിക്കേണ്ട, അത് പറയേണ്ട കാര്യം തന്നെയുണ്ട്. കാരണം നൗഷാദ് മാൻഹോളിൽ വീണ ഒരു ഇതര സംസ്ഥാന തൊഴിൽ, നമ്മൾ പറയുന്ന നമ്മുടെ ഗസ്റ്റ് ലേബർ എന്ന് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ആളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്ത ആളാണ്. അങ്ങനെ ത്യാഗപൂർണ്ണ ഒരു വലിയ ത്യാഗം ഉണ്ട് അതിൻ്റെ അകത്ത്. അതിന് കേരളത്തിൽ ആര് ചെയ്യും? കേരളയും മിഡിൽ ക്ലാസ് ചെയ്യൂ. അപ്പോൾ അത്തരം ത്യാഗം നിർവഹിച്ച ഒരാളെ ആ കുടുംബം വളരെ നിലമ്പര കുടുംബമാണ്. ആ കുടുംബം സഹായിക്കാൻ ശരിയായ തീരുമാനമായിരുന്നു. അത് സമൂഹത്തിന് ഉത്തരവാദിത്തം. ഗവൺമെൻറ് ചെയ്തത് ശരിയായ സമൂഹത്തിന് ഉത്തരവാദിത്തമായിരുന്നു. അത് കാര്യം മാതൃകയാണ്. അതിനെ തുടർന്ന് ആ യാത്ര ആലുവയിൽ വെച്ച് വിദ്വേഷം നടത്തിയത് ഒരു ആവശ്യമില്ലാത്തത് മാത്രമല്ല, ആ പറയേണ്ട യാതൊരു കോൺടെക്സ്റ്റ് ഉണ്ടായിരുന്ന മാത്രമേ, കോൺടെക്സ്റ്റ് ഉണ്ടോ ഇല്ലുള്ള കാര്യം ഉപരിയായിട്ട് അത് കൃത്യമായിട്ട് മുസ്ലിം സമൂഹത്തെ അവമാനിക്കാനും അവഹേളിക്കാനും വേണ്ടി നടത്തിയതാണ്. അതിപ്പോഴും റിട്രാക്ട് ചെയ്തിട്ടില്ല. അതിനെ പോലീസ് സർവീസിനെ പേടിച്ചു എന്ന് വെച്ചാൽ റിട്രാക്ട് ചെയ്തിട്ടില്ല. ആ കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മ സമയത്ത് DFI സമ്മേളനം നടക്കുന്ന കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നത് നൗഷാദ് നഗർ എന്നായിരുന്നു അന്ന് DFI ശരിയായ പേര് കൊടുത്തത്. അതൊരു ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായിരുന്നു, സെക്കുലർ ഭാഷ സംസാരിക്കുന്ന ഭാഗമായിരുന്നു. ആ DYF എന്ന് എവിടെ? ഞാൻ പറയും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെവിടെ? ഇവിടെ SFI എവിടെ? ഈ വെള്ളാപ്പള്ളി വിദ്യാലയത്തെ മലപ്പുറത്തെ വിദ്യാഭ്യാസ പ്രശ്നത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉത്തരവാദിത്തം എവിടെയും കാര്യം വല്ല അഭിപ്രായം പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടില്ല.
സുരേഷ് ഗോപി ആശാ വർക്കറിൻ്റെ പരിപാടിയിൽ വന്ന സമയത്ത് ആശാ വർക്കർമാരെ കളിയാക്കാനും പരിഹസിക്കാനും വേണ്ടി എന്തോ BJP വന്നോ പറഞ്ഞ ആൾക്കാർ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ വിദ്വേഷത്തെക്കുറിച്ച് എന്തോ അക്ഷരം മിണ്ടിയില്ല. അപ്പോൾ ഈ വോട്ട് ബാങ്ക് അത് വേറെ തരം പരിശോധിക്കേണ്ടതാണ് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇയാൾക്ക് എത്ര സ്വാധീനമുണ്ടെന്ന്. അപ്പോൾ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെള്ളാപ്പള്ളിക്ക് എന്തോ സ്വാധീനമുണ്ട്. വെള്ളാപ്പള്ളി തന്നെ ഒരു വലിയൊരു ഒരു ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകളുടെ ഹിസ്റ്ററി, ഈ സാധാരണ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വെള്ളാപ്പള്ളി ആരെയൊക്കെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ചരിത്രമാണ് ആലപ്പുഴയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വോട്ട് ബാങ്കുകൾ ഈഴവരുടെ വോട്ടിനെ നിർണ്ണയിക്കാനുള്ള ശേഷിയൊന്നും വെള്ളാപ്പള്ളി നടേശന് ഇല്ല എന്ന് എത്രയോ കാലം മുമ്പ് വ്യക്തമായ കാര്യമാണ്. വളരെ വ്യക്തമായ കാര്യം. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രധാന ഇപ്പോൾ ചെങ്ങന്നൂർ സൈജറിയാണ്ട് അതുകൊണ്ടായിരിക്കണം അല്ലാണ്ട് സൈജറിയൻ്റെയൊക്കെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ പ്രായോഗികമായിട്ടുള്ള ഈ രാഷ്ട്രീയത്തിന് അപ്പുറത്തൊരു കാഴ്ചപ്പാട് സമൂഹത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ച് ഇല്ലാത്ത ഒരാളാണ് എൻ്റെ അനുഭവം നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം വെള്ളാപ്പള്ളി നടേശൻ പ്രകീർത്തിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ആകുമ്പോഴും സ്വാധീനമില്ല എന്ന് പറയുന്ന ഒരു കാര്യം അതിൻ്റെ അകത്തുണ്ട്. കേരളത്തിലെ ഇഴവ സമൂഹം, ശ്രീനാരായണ സമൂഹം, ശ്രീനാരായണ എന്ന് പറഞ്ഞാൽ ഇഴവർ മാത്രമല്ല, ശ്രീനാരായണ അവിശ്വാസം സ്വീകരിച്ചവരും അതിൻ്റെ ഭാഗം സ്വീകരിച്ചവരൊക്കെ തന്നെ ശ്രീനാരായണരാണ്. അങ്ങനെ അപ്പോൾ ഇഴവ സമൂഹത്തിൻ്റെ അകത്തോ എന്ത് കാര്യത്തിൽ BJPയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് പാലം വെച്ച ഒരാളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. ആ പാലം പണിത് കൊടുത്താണ് BJDS എന്ന പ്രസ്ഥാനത്തിലൂടെ. ശിവസേന പോലെ കേരളത്തിൽ ഒരു പ്രാദേശിക പ്രസ്ഥാനം ഉണ്ടെങ്കിൽ BJPക്ക് ഇഴവ സമൂഹത്തിലേക്ക് പാലം വലിച്ചു കൊടുത്താണ് നവോത്ഥാന നായകനാക്കിയിട്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മിനി ക്യാബിനറ്റ് നടത്തിയപ്പോൾ 30ാമത്തെ എന്താ പറയുക 30ാം വർഷം പൂർത്തീകരിക്കുമ്പോൾ അവിടെ ആഘോഷിക്കാനും പോണത്. അദ്ദേഹം ദീർഘകാലം ജീവിക്കട്ടെ, ദീർഘകാലം സെക്രട്ടറി ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാനാണല്ലോ, എനിക്കതിൻ്റെ ഉത്തരവാദിത്തമില്ല. പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിൽ അദ്ദേഹം ഏൽപ്പിക്കുന്ന ആഘാതം, അതാണ് ഇവിടെ വിഷയം. അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ അദ്ദേഹത്തിൻ്റെ ആധിപത്യം നിലനിർത്താൻ സംഘടനാപരമായിട്ടല്ലെങ്കിൽ അതിൽ നമുക്കൊന്നും ഇടപെടാനായിട്ടോ അതിന് സാധ്യതയില്ല. അദ്ദേഹം ദീർഘനാളിരിക്കട്ടെ. പക്ഷേ പൊതുസമൂഹത്തെ സംബന്ധിച്ചുണ്ടാക്കുന്ന ആഘാതം, പൊതുസമൂഹത്തിന് ഉദ്ദേശിക്കുന്ന നമ്മൾ വിവിധ മതവിഭാഗങ്ങൾ അടങ്ങുന്നതാണ് പൊതുസമൂഹം. ആ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ആഘാതം, അതിനെ വിഭജിക്കാൻ, അതായത് ഹിന്ദുത്വ രാഷ്ട്രീയം എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മലപ്പുറത്ത് നടന്നത്. അത് ആ പ്രസ്താവനകൾ ആലോചിക്കണം. എത്ര ഭീതമായ രീതി നടത്തുക. ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല, ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല തുടങ്ങിയ പ്രയോഗങ്ങൾ നടത്തുക. എന്ത് അനുഭവം ആർക്കുള്ളത്? ഒരാൾക്കും അനുഭവമില്ല. അങ്ങനെ ഒരാളും എടുത്ത് പറഞ്ഞിട്ടുമില്ല. വളരെ പുച്ഛിച്ച് തള്ളേണ്ട കാര്യം, ഒന്നാമതായിട്ട് വളരെ പുച്ഛിച്ച് തള്ളേണ്ട, അവഗണിക്കപ്പെടേണ്ടതാണെന്ന് അതിന് സംശയമില്ല. കേരളത്തിൽ ഇപ്പോൾ മലപ്പുറത്ത് ജീവിക്കുന്ന എല്ലാ മതസമൂഹങ്ങളും, അത് മുസ്ലിം മതസമൂഹമായിക്കോട്ടെ, ഹൈന്ദവരായിക്കോട്ടെ, ക്രൈസ്തവരായിക്കോട്ടെ, എല്ലാവരും പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടാവും. കാര്യം ആർക്കും അതിൻ്റെ മലപ്പുറത്ത് ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മലബാർ ജീവിക്കുന്ന ഏതാൾക്കും ഇത് തെറ്റാണെന്നറിയാം. പക്ഷേ എന്നിട്ടും അതിൻ്റെ അകത്തൊരു ശ്രദ്ധേയൊരു കാര്യം നിങ്ങൾ ആലോചിച്ചറിയാം. ഞാൻ പ്രസംഗം പറയുന്നുണ്ട്, ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മലപ്പുറത്ത് വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മലപ്പുറം ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല. പരിപൂർണമായ അജ്ഞത, അറിവില്ലായ്മ, വിവരക്കേട് വിദ്വേഷ രൂപത്തിലാവുകയും എന്നിട്ട് അങ്ങനെ ഒരാളെ പ്രകീർത്തിക്കുക, അദ്ദേഹത്തിനെ പോയി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിമർശനം പോലും ഉന്നയിക്കാൻ പറ്റില്ലെങ്കിൽ അതൊക്കെ കേരളത്തെ ബാധിക്കുന്ന കാര്യം. അപ്പോൾ ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം കേരളത്തിൽ ചെയ്യുന്ന ഈ മതവിദ്വേഷത്തിനെ വേറെ തരത്തിൽ സാധാരണീകരിക്കും. കൗതുകമുള്ളത് CPM-ന്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട MA ബേബി തിരുവനന്തപുരത്ത് മീറ്റ് ദ പ്രസിൽ സംസാരിക്കുമ്പോൾ ഇത് ചോദിക്കുന്നുണ്ട്. അതൊക്കെ അവഗണിച്ച് തള്ളക്കളയേണ്ട പ്രസ്താവന മാത്രമാണ് എന്ന് പറയുകയാണ് MA ബേബി ചെയ്യുന്നത്. അല്ലാതെ ഈ പ്രസ്താവന ശരിയല്ല അല്ലെങ്കിൽ ഇതല്ല കേരളത്തിൽ പിന്തുടരേണ്ട രീതി എന്ന് പറയാൻ CPM-ന്റെ ജനറൽ സെക്രട്ടറിക്ക് കഴിയുന്നില്ല. ഇത് അവഗണിച്ച് കളയേണ്ടതാണ് എന്ന് ശരിയാണത്, അവഗണിച്ച് കളയേണ്ടതാണ് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്, അതിൽ തർക്കമില്ല. അവഗണിക്കേണ്ടതേ ഉള്ളൂ. കാരണം കേരളത്തിൻ്റെ ജീവിത പരിസരത്ത് ഒന്നുമില്ലാത്തൊരു കാര്യം ഒരാൾ പറയുമ്പോൾ അത് അവഗണിക്കേണ്ടതുള്ളൂ. പക്ഷെ അതല്ലല്ലോ ഒരു പൊളിറ്റിക്കൽ കമൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ശബരിമല കാലത്ത് ഈ NSS ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എതിർപ്പിൻ്റെ പേരിലായിരിക്കാം ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശനൊരു ഡിഫറൻറ്റ് റൂട്ട് ആ വിഷയത്തിലെടുത്തത് എന്ന് വിചാരിക്കുന്നത്. പൂർണ്ണമായും LDF-നെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ പോലും ഒരു ഡിഫറൻറ്റ് റൂട്ട് അദ്ദേഹം എടുത്തിരുന്നു. അന്ന് കിട്ടിയൊരു പിന്തുണയുടെ നന്ദി സൂചകമായിട്ടാണല്ലോ പിന്നെ നവോത്ഥാന സമിതിയുടെ ജനറൽ കൺവീനറൊക്കെ ആക്കുന്നത്. അതിപ്പോഴും തുടർന്നുകൊണ്ടായിരിക്കുമോ പിണറായി വിജയൻ ഇങ്ങനെ മൗനത്തിലിരിക്കുന്ന? അല്ലാത്ത പക്ഷം ഒരുപക്ഷെ വളരെ ഷാർപ്പായിട്ടുള്ളൊരു പ്രതികരണം പിണറായിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിരുന്നില്ലേ? തീർച്ചയായും. അപ്പോൾ ആ ഘട്ടത്തിലാണ് മിനി ക്യാബിനറ്റ് ഈ കണിച്ചുകൊണ്ട് നടക്കുന്നത്. അതിനകത്തൊരു രാഷ്ട്രീയ വശം കാണാം. കേരളത്തിലെ ഒരു NS പോലെ പ്രസ്ഥാനം ശബരിമല വിഷയം ബന്ധപ്പെട്ട് പൊതുനിരത്തിറങ്ങി സമരം സർക്കാരിൻ്റെ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് നടപ്പാക്കാൻ പോയ സർക്കാരിന് അത് നിലപാടെടുത്തു. ആ സമയത്ത് SNDP കേരളത്തിലെ പ്രധാനപ്പെട്ട സംഘടന, പ്രബല സംഘടനയാണ്. ആ സമയത്ത് അവർ തന്ത്രപരമായിട്ട് അതിൻ്റെ കൂടെ ചേർന്നില്ല. പക്ഷേ ശബരിമല വിഷയത്തിൽ അവർ നിലപാട് തന്നെയായിരുന്നു. അത് പിന്നീട് ആവർത്തിച്ചിട്ടുണ്ട് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കാര്യത്തിൽ ചെയ്യുന്ന സമയത്ത് ഒരു സഹഭാവം പുലർത്തുമ്പോൾ പക്ഷേ അത് രാഷ്ട്രീയമായി ശരിയാണ്. പക്ഷേ അതല്ലല്ലോ ആവർത്തിക്കുന്നത്.
അത് വെച്ചുകൊണ്ട് പിന്നീട് നടത്തിയ പ്രവർത്തനങ്ങൾ മുഴുവൻ തന്നെ എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ തീർച്ചയായിട്ടും പിണറായിനെ പുകഴ്ത്തുന്നുണ്ട്, മൂന്നാം തവണ അധികാരത്തിൽ വരുന്നൊക്കെ പറയുന്നത് ഒക്കെ ശരി തന്നെ. പക്ഷേ രാഷ്ട്രീയം ഇതാണ്. ഈ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണോ മൂന്നാം തവണ അധികാരത്തിൽ വരാൻ നോക്കുന്നത്? ഈ സാമൂഹ്യ വിഭജന രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? അതൊക്കെ വളരെ ആശങ്കപ്പെടുന്ന കാര്യം. അതായത് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം രാജ്യം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നോർമലൈസ് ചെയ്യാനുള്ള ശ്രമം, ഇതൊക്കെ സാധാരണീകരിക്കും. നമ്മൾ ഉത്തരേന്ത്യയിൽ കാണുന്നതിലൊക്കെ വിദ്വേഷം പ്രസംഗം അതിൻ്റെ ആഘാതം ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളും അതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് മിണ്ടാതിരിക്കാവുന്ന അവസ്ഥ കേരളത്തിലില്ല. എന്തായാലും കേരളത്തിൽ അങ്ങനത്തെ രാഷ്ട്രീയമല്ല. നമ്മുടെ കേരള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ പൊതുസമൂഹം നിലനിർത്തുന്നത്, കേരള മാധ്യമങ്ങൾ നിലനിർത്തുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണീകരിക്കുകയാണ്, ഉത്തരേന്ത്യയിൽ നോർമലൈസ് ചെയ്യുകയാണ്. ആ നോർമലൈസേഷനൊക്കെ ആപത്തിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. ഈ മൂന്നാമത്തെ ടൈമിനപ്പുറം മൂന്നാം ടൈമിൽ CPM അധികാരത്തിൽ വന്നു സങ്കല്പിക്കുക. മൂന്നാമത്തെ ടൈമിൽ 4-5 ടൈം ഉണ്ടല്ലോ. നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിച്ചാൽ മതി. അങ്ങനെ വല്ലാതെ വിമർശിക്കുന്നൊന്നുമില്ല, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നില്ല. അപ്പം എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കുക എന്ന് പറയുന്നൊരു പണിയാണ് സത്യം പറഞ്ഞ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് രാജീവ്, അതാണ് അതിൻ്റെ ആ പോയിൻ്റാണ്. അതായത് ഇതിന് അത്തരം പ്രതീതി സൃഷ്ടിക്കുക. ഇതാണല്ലോ നമ്മൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾ നടക്കുന്നത്. എന്തെങ്കിലും വസ്തുതയുണ്ടോ? വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളൊക്കെ പ്രധാനത് ഒരു വസ്തുതയില്ല, പ്രതീതി സൃഷ്ടിക്കുക. ഈ പ്രതീതിയാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഉൾക്കൊള്ളുന്നത്. ഈ പ്രതീതി ഉൾക്കൊണ്ടാണ് ആൾക്കാർ മുഴുവൻ പറയുന്നത്. ഇപ്പോൾ ലവ് ജിഹാദ്, കേരള സ്റ്റോറി, കേരളത്തിൽ നിന്ന് ഇത്ര ആൾക്കാർ പോയി എന്നുള്ളത് കേരളത്തിൽ എന്തുകൊണ്ടാണ്? കേരളത്തിൽ മുസ്ലിം ജനസാമാന്യം കൂടുതലാണെന്നുകൊണ്ടും അവർ ആക്റ്റീവാണ്, രാഷ്ട്രീയ ബന്ധമുള്ളവരും രാഷ്ട്രീയാധികാരത്തിലുള്ള എന്നതൊക്കെ ഒറ്റ കാരണം കൊണ്ടാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ, അപ്പോൾ കേരളം ഒരു പ്രധാനപ്പെട്ട ഇതായി വരുന്നത്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയം പറയേണ്ടത് നമുക്ക് അറിയാം. പഴയ ഫ്രെഡറിക് ഫോർസിനെ പോലെ ഒരു ഡിക്റ്റേറ്റർ നോവലിസ്റ്റ് ഈ ടെററിസ്റ്റിനെ കേന്ദ്രമായിട്ട് കേരളത്തെ കാണാൻ അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് കാണാൻ സാധിക്കുന്ന ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ സ്വാധീനവും അവരുടെ ഒരു അധികാര ബന്ധയുടെ സ്വാധീനം കൊണ്ടാണ്. അപ്പോൾ അത് അപ്പോൾ അതിനോടുള്ള സമീപനം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ കണ്ടുവരുന്നതിന് നോർമലൈസ് ചെയ്തതിൻ്റെ പ്രശ്നം, ഇതിനെ പ്രതീതി സൃഷ്ടിക്കുക. എത്ര ഒരു പ്രതീതി സൃഷ്ടിക്കുക. കേരളത്തിനകത്ത് എന്തോ അപകടമുണ്ട്, മലപ്പുറം ജില്ലയ്ക്കകത്ത്, കേരളത്തിന് ഏതൊരു ജില്ലയെ പോലെ തന്നെ മറ്റൊരു ജില്ല, മലപ്പുറം ജില്ലയ്ക്കകത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന കാര്യം. അങ്ങനെ ഇത് പറയുന്ന വെള്ളാപ്പള്ളിയും ഇതിന് സാധാരണീകരിക്കുന്ന ഗവൺമെൻറ്റിലുള്ള ആൾക്കാർ. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാത്ത ആഘാതം ഇത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് പല ആൾക്കാർക്കും ഫലം കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റാണ് നാളെ BJP ആണെങ്കിൽ ഇവിടുത്തെ സംഘപരിവാർ ആണെങ്കിലും ഇതുപോലത്തെ ഓരോ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതെന്താ മനസ്സിലാക്കാത്ത? അപ്പോൾ ഇത് അങ്ങനെ ആയിക്കോട്ടെ, ആ പേരിൽ കുറച്ച് വോട്ടെങ്കിലും ഞങ്ങൾക്ക് ലഭിച്ചാൽ അത് ഗുണകരമായിരിക്കും എന്ന് കാണുന്നത് വാസ്തവം പറയുകയാണെങ്കിൽ. അത് പറയുമ്പോഴേ ഇപ്പോൾ ഈ കുറച്ച് വോട്ടെങ്കിലും ലഭിച്ചോട്ടെ എന്ന് പറയുമ്പോൾ, ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM വലിയ ക്ഷീണം ഉണ്ടാവുകയും CPM തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നത് അവരെ കാലങ്ങളായി പിന്തുണച്ചുകൊണ്ടിരുന്ന ഈഴവ വിഭാഗത്തിൽ വലിയൊരു വിഭാഗം BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് പാർട്ടിയുടെ കോർ ബേസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് അവർ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഇതിനോടൊക്കെ മൗനം പാലിക്കുമ്പോൾ വെള്ളാപ്പള്ളി തന്നെ ഈ ഇലക്ഷന് ശേഷം പറഞ്ഞത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ പോയതുകൊണ്ടാണ് വോട്ട് പോയത്, അല്ലെങ്കിൽ ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായത് എന്നാണ്. അപ്പോൾ ഇതിനൊക്കെ സാധൂകരിച്ചുകൊണ്ട്, ഇതിനോടൊക്കെ മൗനം പാലിച്ചുകൊണ്ട് ഈ വോട്ട് ബാങ്കിനെ തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ള മിഥ്യാധാരണയിലാണോ ഈ CPM? അത്തരം മിഥ്യാധാരണ ഒരിക്കലും പ്രായോഗികമല്ല. കാരണം ഇതൊന്നും കൂടി വോട്ട് ബാങ്ക് ചെറുതാവാനും ഇടതുപക്ഷ വോട്ട് ബാങ്ക് ഒന്നുകൂടി ഷ്രിങ്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. കാര്യം 8%, 12%, 20%ലേക്ക് BJP വികസിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഗീയ വിദ്വേഷം ഏതൊക്കെ രീതിയിൽ കേരളം പ്രചരിപ്പിക്കുകയും അത് കേരളത്തെ ഇഴവ സമൂഹത്തേക്ക് സ്വാധീനിക്കാൻ, കേരളത്തിലെ അതായത് ഇഴവ നായർ സമൂഹത്തേക്ക് സ്വാധീനിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തിലെ പ്രഭുവിഭാഗത്തെ സ്വാധീനിച്ചുകൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ ഇതിന് ഇപ്പോൾ CPMൻ്റെ ഈ അഖിലേന്ത്യാ സമ്മേളനം പറയുന്നൊരു കാര്യമുണ്ട്, BJP നേരിടാൻ പറ്റിയില്ല, BJPയുടെ പ്രചാരണത്തെ CPM നേരിടാൻ പറ്റുന്ന അവർ അടിവരിട്ട് പറയുന്ന കാര്യമാണ്. ആ അടിവരിട്ട് പറയുന്നതുകൊണ്ടാണ്, അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഈ വിദ്വേഷ പ്രചരണത്തെയും BJPയുടെ രാഷ്ട്രീയത്തെയും കേരള പ്രവർത്തന രീതിയും നേരിടാൻ പറ്റിയെന്ന് കോൺഗ്രസ് വിലയിരുത്തിയെന്നാണ് നമ്മൾ പത്ര റിപ്പോർട്ട് മനസ്സിലാക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഈ BJSൻ്റെ പ്രവർത്തനം ആരംഭിച്ച മുതൽ തന്നെ ഈ റിപ്പോർട്ട് മാത്രമല്ല, ഡ്രാഫ്റ്റ് പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് BJPയുടെ കടന്നു കയറ്റത്തെ ശരിയായ വിധം നേരിടാൻ CPMൻ്റെ കേരള ഘടകത്തിന് കഴിഞ്ഞില്ല. ശരിയായി നേരിടാൻ കഴിയാത്ത, രാഷ്ട്രീയമായി നേരിടാൻ കഴിയില്ല എന്നർത്ഥം. രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്ത അവർക്ക് CPMൻ്റെ രാഷ്ട്രീയ അടിസ്ഥാനം എന്നുകൊണ്ട് BJPയുടെ രാഷ്ട്രീയം തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ കാണിക്കുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ടൊരാളും കൂടിയാണ് വെള്ളാപ്പള്ളി. കേരളത്തിൽ ഇത്തരം ഒരു വോട്ട് ബാങ്കിൽ വോട്ടിൽ ഷിഫ്റ്റ് ഉണ്ടാക്കി അതിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഈ വ്യക്തിയെ BJP നേരിടാൻ കരുതുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ, BJPയുടെ പ്രചരണങ്ങൾ, BJPയുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന ഇത്തരം വിഷലിപ്തമായ പ്രചരണങ്ങൾ, ഇതിനെയൊക്കെ യഥാസമയത്ത് രാഷ്ട്രീയമായി എതിരിട്ട് വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ സാധിച്ചില്ല എന്നല്ല. അതാണ് വസ്തുതകൾ, അതാണ് എൻ്റെ കൃത്യം. ഇതിൽ കൂടുതൽ എനിക്ക് കൃത്യം പറയണം. രാജീവ് പറഞ്ഞത് ഒന്ന് ആവർത്തിച്ചാൽ മതി. അപ്പോൾ അതുതന്നെയാണ് കാരണം. ഈ വസ്തുതകൾ പറയാൻ പറ്റാത്ത തന്നെ പറയാത്തതിൻ്റെ കാരണം. പിന്നെ ഒരു കാര്യം, ഒരു CPM പോലെ രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസ് പോലെ സെക്യുലർ രാഷ്ട്രീയ അടിസ്ഥാനം നിൽക്കുന്ന ഭരണഘടനയെ പ്രധാനമായി കാണുന്ന രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരും
മുസ്ലിം ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ എന്തിനാണ് എതിർക്കുന്നത്? കാര്യം അതൊരു മുസ്ലിം സമൂഹത്തെ അന്യവൽക്കരിക്കാൻ വേണ്ടി പല പൗരത്വ ഭേദഗതി നിയമം, അതിനുശേഷം അതിനു മുമ്പ് തലാഖ് നിയമം, ഇങ്ങനെ തുടർച്ചയായിട്ട് ഓരോ വിഷയങ്ങൾ എടുത്തെടുത്ത് ഭരണഘടനയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കേരള നിയമസഭയ്ക്ക് തന്നെ പ്രമേയം 2 ഘട്ടത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും പ്രമേയം കൊണ്ടുവരേണ്ടി വന്നു, വഖഫ് നിയമത്തിനെതിരെ കൊണ്ടുവന്നു. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാരല്ല. അപ്പോൾ അതിൻ്റെ അനുരണനങ്ങൾ തന്നെയാണ് ഇത്തരം പ്രസ്ഥാനം. കാര്യം അപ്പോൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിം ജനവിഭാഗത്തിന് CPM വോട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണല്ലോ. CPM വോട്ട് ചെയ്യും കേരളത്തിലെ ആ കാഴ്ചപ്പാട് എന്നോട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരാൾക്ക് ഏൽക്കുന്ന അപമാനം മലപ്പുറത്തെ ഏത് മനുഷ്യനും, ഇത് മുസ്ലിം ഒരു പ്രശ്നം മാത്രമേ കാണുന്നത് എനിക്ക് തോന്നില്ല, മലപ്പുറത്ത് ജീവിക്കുന്ന ഏത് മനുഷ്യനും ഏൽക്കുന്ന ആഘാതം. മലപ്പുറത്ത് ഇദ്ദേഹം MLA മാരെ കണക്ക് പറയുന്നുണ്ട്. പൊന്നാനിനെ ആരാ ജയിച്ചത്? നന്ദകുമാർ പൊന്നാനി ജയിച്ചു വരുന്നത് എങ്ങനെയാണ്? അതിന് മുമ്പ് ശ്രീരാമകൃഷ്ണൻ ജയിച്ചിരുന്നത്. അത് മുസ്ലിം ജനസാമാന്യമുള്ള സ്ഥലമാണല്ലോ. എങ്ങനെ ജയിച്ചു? ഇടതുപക്ഷം എത്ര MLA മാരുണ്ട്? എത്ര എന്താ പറയുക, ഈ പറയുന്നതൊക്കെ കുറ്റിപ്പുറം ജില്ലയിൽ ജയിച്ചില്ലേ കുഞ്ഞാലിക്കുട്ടി തോൽപ്പിച്ചുകൊണ്ട്? അപ്പോൾ ഇങ്ങനെയൊക്കെ പല രാഷ്ട്രീയം കേരളത്തിൽ കണ്ടെത്തലാണ്. കേരളത്തിൽ പലതരത്തിലുള്ള മാറ്റം ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുന്ന പല സ്ഥലത്തും, ഈ മുസ്ലിം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മൾ കാണാൻ സാധിക്കുന്ന എത്രയോ സ്ഥലങ്ങളിൽ എന്താ പറയുക CPM MLA മാർ ജയിച്ചു വന്നിട്ടുണ്ട്. അവർ പല മതത്തിൽപ്പെട്ടവരായിരിക്കാം. അപ്പോൾ ഇതൊക്കെ കാണിച്ചിരുന്നത് എന്താണ്? അപ്പോൾ കേരളത്തിൻ്റെ ഇത്തരം രാഷ്ട്രീയം അറിയുന്ന ആൾക്കാർ, ഇത്തരം വസ്തുത മനസ്സിലാക്കുന്ന ആൾക്കാർ, എങ്ങനെയാണ് സമൂഹം പ്രതികരിക്കുന്ന അറിയുന്ന ആൾക്കാർ ഈ ജില്ലയോട് ചെയ്യുന്നൊരു അതിക്രമമുണ്ട്. അത് ഒരിക്കലും ഈ ജില്ലയിലെ ഓരോ മനുഷ്യനോടും, ഇവിടുത്തെ ഓരോ മനുഷ്യനും, ഓരോ പൗരനോടും, അവർ വ്യത്യസ്ത മതവിഭാഗത്തിൽ ഉള്ളവരായിരിക്കാം, മതത്തിൽ വിശ്വസിക്കാത്തവരായിരിക്കാം, എന്തായാലും ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യനെയും അവഹേളിക്കുന്നുണ്ട്. ആ അവഹേളനം എന്ന് പറഞ്ഞാൽ മലബാറിലെ ജീവിതത്തിനോടുള്ളൊരു പുച്ഛം കൂടി അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. എനിക്കങ്ങനെ തോന്നുന്നു. കാര്യം വെച്ചാൽ ഞാനത് മലബാർ അല്ലെങ്കിൽ വ്യത്യസ്ത ഇതിനെക്കുറിച്ച് പറയില്ല, പക്ഷേ ഇവിടുത്തെ ജീവിത വ്യവസ്ഥയെക്കുറിച്ച് ഒരു അജ്ഞത ഇത് ഭീകരമായിട്ട് പലപ്പോഴും ഉണ്ടെന്നുണ്ട്. കാര്യം ഇത് മുമ്പും CPM ഒരു പ്രതിനിധി പറഞ്ഞ പോലെ തട്ടഴിക്കാൻ വേണ്ടിയാണ് മലപ്പുറത്ത് തട്ടഴിച്ചെന്നൊരു പെൺകുട്ടിയുടെ തട്ടം ഊരിപ്പിച്ചു എന്ന ഒരു പ്രസ്ഥാനം നടത്തി ഓർക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം തിരുത്തി. പക്ഷേ ഇതൊക്കെ ഒരു വലിയൊരു അജ്ഞതയുണ്ട് ഈ ജീവിതത്തെക്കുറിച്ച്. ഈ അജ്ഞത എങ്ങനെ ഉണ്ടാവുന്നു? പൊതുപ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് വലിയ പേരുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് അജ്ഞത ഉണ്ടാവുന്നത്? ഇതുവരെ ആദ്യകാല നേതാക്കൾക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്ന് മുതലാണ് അജ്ഞതയെ എങ്ങനെ ഉൾക്കൊണ്ടുവരും? ഈ അജ്ഞത അതൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കുമ്പോൾ ആഘാതം എന്തൊക്കെയാണ്? എങ്ങനെയാണ് സമൂഹത്തെ അത് വേർതിരിക്കാൻ പോണത്? ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബാധ്യത ഈ രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്തമല്ലേ പ്രതി ഭരണത്തിരിക്കുമ്പോൾ? അപ്പോൾ അധികാരത്തിരിക്കുക എന്ന് മാത്രമല്ല, അധികാരം സംബന്ധിച്ചുള്ള അതെങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ആഘാതത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ ബാധ്യതപ്പെട്ട ആൾക്ക് തിരിച്ചറിയുന്നില്ല. ഇതിനെ നോർമലൈസ് ചെയ്യുന്നുള്ള വലിയ തെറ്റാണ്. ഇവർക്ക് ആരുടെ ഷഷ്ടിപൂർത്തിക്കോ ആരുടെയും പിറന്നാളിനോ അല്ലെങ്കിൽ ആരുടെയും അധികാരത്തിലിരിക്കുന്നതിൻ്റെ വാർഷിക ദിനമോ പുസ്തകപ്രകാശനത്തിനോ പുസ്തകത്തിൻ്റെ പുറംചട്ട പ്രകാശനോ ഒക്കെ പോവാം. അതൊന്നും അവരുടെ ഉത്തരവാദിത്തമല്ല. പക്ഷേ സമൂഹത്തിൽ അതിനുണ്ടാക്കുന്ന ആഘാതം എന്താണ്, ഏതൊക്കെ തരത്തിലാണ് സാധാരണീകരിക്കുന്നത് മനസ്സിലാക്കാനുള്ള ബാധ്യതയുണ്ട് അവർക്ക്. അത് ചെയ്തില്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുറത്തുള്ള കേരളത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള സാമൂഹ്യ അന്യവൽക്കരണം ഇവിടെയും നടക്കുന്നുള്ളതാണ്. അതിന് കാത്തു നിൽക്കുകയാണ് സംഘപരിവാറിനെ പോലെ രാഷ്ട്രീയ പ്രസ്ഥാനം. അതെന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? ആ സംഘപരിവാർ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്ന വലിയ തോതിലുള്ള സ്വാധീനം ആരെയാണ് ബാധിക്കാൻ പോകുന്നത്? ഇവിടുത്തെ ഇപ്പോൾ ഈ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ CPM കോൺഗ്രസും UDF എല്ലാവരും ബാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. മുസ്ലിം ലീഗിലേക്ക് ചുരുക്കി എൻ്റെ വിമർശനം എന്ന് പറയുന്ന അർത്ഥമില്ല. കാരണം ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്. ഇതിൻ്റെ അകത്ത് ലീഗ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയാം, അല്ലെങ്കിൽ ലീഗിൻ്റെ ഒരു പ്രത്യേക ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയാം. പക്ഷേ അതല്ല ചെയ്യുന്നത്. അവിടെ ധ്വനിപ്പിക്കുന്നതെല്ലാം മുസ്ലിം രാഷ്ട്രീയമാണ്. അത് ലീഗിൻ്റെ മാത്രമല്ലോ. ഇവിടെ വലിയ ലീഗിലാണോ എല്ലാ മുസ്ലിം മനുഷ്യരും പ്രവർത്തിക്കുന്നത്? അല്ലല്ലോ. അവ പല സംഘടനകളിലുണ്ട്. അത് തിരിച്ചറിയപ്പെടേണ്ടതാണ്. അതിനെതിരെ നിലപാടെടുക്കേണ്ടതാണ്, കർക്കശമായ നിലപാടെടുക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞ് തിരുത്തുക തന്നെയാണ്. അതായത് മുഖ്യമന്ത്രി ഒരു കാര്യം തിരുത്താൻ പറഞ്ഞാൽ അതിന് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്വാധീനം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പബ്ലിക്കായിട്ടുള്ള ഒരു സ്വാധീനം കൊണ്ടുമല്ല മുഖ്യമന്ത്രി തിരുത്താൻ ആ തിരുത്തൽ എല്ലാവരും ഏറ്റെടുക്കാൻ ബാധ്യതയായിരിക്കും. കാരണം പിണറായി വിജയനെ പോലെ മുഖ്യമന്ത്രി ഒരു കാര്യം തിരുത്താനായിട്ട് ഒരാൾ ആവശ്യപ്പെട്ടാൽ ശരിയായ വിധത്തിൽ, ഞാൻ പറഞ്ഞൊരു കോൺഗ്രസ് നേതാവിനോട് കോൺഗ്രസ് രാഷ്ട്രീയ തിരുത്താം, പക്ഷേ തിരുത്താൻ ആവശ്യപ്പെട്ടാൽ പ്രത്യേകിച്ച് സാമൂഹ്യ വിദ്വേഷ പ്രധാനമന്ത്രി ഒരു അഭിപ്രായം തിരുത്താൻ പറഞ്ഞാൽ അതിന് വിധേയപ്പെടാനും തിരുത്താനും തയ്യാറാവും മനുഷ്യർ. അതെന്തുകൊണ്ട് പറയുന്നില്ല? കാര്യം മുഖ്യമന്ത്രി ശബ്ദത്തിന് ഇപ്പോഴും വിലയുണ്ട്. ആ വിലയുള്ളതുകൊണ്ട് അദ്ദേഹത്തിനും അതേ രാഷ്ട്രീയ നിലപാട് എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിന് പറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയേണ്ടതാണ്. തിരുത്തേണ്ട കാര്യം തിരുത്തണമെന്ന് പറയണം. അത് തിരുത്തിയില്ലെങ്കിൽ അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തണം. അത് കാണാനും നമ്മൾ ഒരുപക്ഷെ കേരളം അഭിലഷിക്കുന്നതാണ്. പക്ഷെ അത് നടക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ആശങ്കയായിട്ട് ഒരു ആകുലതയായിട്ട് നിൽക്കുന്നു. റൈറ്റ്. എന്തായാലും SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് SNDP യോഗം എന്ന് പറയുന്നത് വലിയ മഹത്തായ പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ്. അതിൻ്റെ അമരത്താണ് കഴിഞ്ഞ 30 വർഷമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത്. ആ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ ഇരുന്നു കൊണ്ട് പറയേണ്ട വാക്കുകളാണോ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരുന്നത് എന്നുള്ള ചോദ്യം കേരളം പല കുറി ഈ കാലയളവിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഈ വിദ്വേഷ പ്രസ്താവനയോട് പ്രതികരിക്കാൻ നമ്മുടെ രാഷ്ട്രീയ
ഭരണ നേതൃത്വങ്ങൾ മടിക്കുന്നുവെങ്കിൽ, ഈ വിദ്വേഷ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അവർ മടിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണമാണ് പാർട്ടി കോൺഗ്രസിൽ അടയാളപ്പെടുത്തിയത്. ഇത്തരം പ്രചരണങ്ങളെ നേരിടുന്നതിൽ പരാജയപ്പെടുകയാണ് എന്ന വസ്തുത. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.